വൈസ് ചാൻസലറുടെ വിലക്ക് ലംഘിച്ച് കേരള സർവകലാശാല രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. രജിസ്ട്രാറെ ഓഫീസ് മുറിയിൽ കയറ്റരുതെന്ന വിസിയുടെ നിർദ്ദേശം സർവകലാശാലയിലെ സുരക്ഷാ ജീവനക്കാരും തള്ളി. അതിനിടെ സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പന് നൽകി ഉത്തരവും ഇറക്കി. RSSന്റെ കാവ്യവൽക്കരണം കേരള സർവകലാശാലയിൽ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഡിവൈഎഫ്ഐയും AISFും സർവകലാശാലയ്ക്കകത്തും പുറത്തും പ്രതിഷേധിച്ചു. കേരള സർവകലാശാല പരിസരത്ത് ഇന്നും അസാധാരണ സംഭവങ്ങളാണ് അരങ്ങേറിയത്. രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ സസ്പെൻഷനിൽ തന്നെയാണെന്നും സർവകലാശാല ആസ്ഥാനത്ത് എത്തരുതെന്നും കഴിഞ്ഞ ദിവസം VC നിർദ്ദേശിച്ചിരുന്നു. VCയുടെ വിലക്ക് വകവയ്ക്കാതെ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ രാവിലെ സർവകലാശാല ആസ്ഥാനത്തെത്തി. നിർദ്ദേശമുണ്ടായിട്ടും സുരക്ഷാ ജീവനക്കാർ രജിസ്ട്രാറെ തടഞ്ഞില്ല. പകരം ചുമതലയേൽപ്പിച്ച മിനി കാപ്പൻ പ്ലാനിംഗ് വിഭാഗം ഡയറക്ടർ കസേരയിൽ തുടർന്നു. ചുരുക്കത്തിൽ VCയുടെ 2 ഉത്തരവുകളും പാലിക്കപ്പെട്ടില്ല. സർവകലാശാലയിലെത്തിയ കെ.എസ്. അനിൽകുമാർ നിയമപരമായി മാത്രം കാര്യങ്ങൾ നടത്തുമെന്ന് വ്യക്തമാക്കി. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല കഴിഞ്ഞ 7-ാം തീയതി നൽകിയിരുന്നുവെങ്കിലും ഉത്തരവ് ഇറങ്ങിയിരുന്നില്ല. ഇന്ന് രാവിലെ ആ ഉത്തരവും സർവകലാശാല പുറത്തിറക്കി. കൂടാതെ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിന് പകരം ഹേമ ആനന്ദനും ചുമതല നൽകി ഉത്തരവിറക്കി. അതിനിടെ സർവകലാശാലയുടെ പ്രധാന കവാടത്തിലേക്ക് AISF പ്രവർത്തകർ പ്രതിഷേധവുമായി ഇരമ്പിയെത്തി. സർവകലാശാല ഗേറ്റിനു മുന്നിൽ DYFI AISF പ്രതിഷേധവും നടന്നു. വിദേശയാത്ര കഴിഞ്ഞ് VC നാട്ടിലെത്തിയെങ്കിലും സർവകലാശാലയിലേക്ക് വന്നില്ല. തുടർ പ്രതിഷേധം ഉറപ്പെന്ന മുന്നറിയിപ്പിലാണ് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ. മീഡിയ 1 തിരുവനന്തപുരം.